ബീംസ് കർവ്ഡ് ഇൻ പ്ലാനിൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ, സ്ട്രെയിൻ എനർജിയുടെ ഫോർമുലാസ് എല്ലാം. അപ്പം ഏതായാലും നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് എ ക്വാർട്ടർ സർക്കിൾ ബീം ഓഫ് റേഡിയസ് ആർ കർവ്ഡ് ഇൻ പ്ലാൻ ഇസ് ഫിക്സ്ഡ് അറ്റ് എൻഡ് എ. ഇവിടെ എൻഡ് എയിൽ ഫിക്സ്ഡ് ആണ്. ഓക്കെ, ആൻഡ് ഫ്രീ അറ്റ് എൻഡ് ബി. ഓക്കെ, ഇറ്റ് ക്യാരീസ് എ വെർട്ടിക്കൽ ലോഡ് പി അറ്റ് ഇറ്റ്സ് ഫ്രീ എൻഡ്. ഇവിടെ ഒരു വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, ഡൗൺവേർഡ് ലോഡാണ്. അതാണ് ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ആൻഡ് സ്കെച്ച് ദ ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാംസ്. ഓക്കെ, പിന്നെ അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫ്ലെക്സുറൽ റിജിഡിറ്റി ഇ ഐ ഈസ് ഈക്വൽ ടു ടോർഷണൽ റിജിഡിറ്റി ജി ജി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ, അവിടെ തന്നിട്ടുള്ള ഫിഗർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തുവാണ് കൺസിഡർ ചെയ്യുന്നത്? ഇവിടെ ഒ ഒറിജിനായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് എനി പോയിന്റ് ഓൺ ദ ബീം. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ കർവ്ഡ് ബീം എന്ന് പറയുന്നത്. സോ ലെറ്റ് O be the origin and C be a point on the beam. Okay, C be a point on the beam. Let angle BOC equal to alpha. ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഓക്കെ, COB equal to alpha. ഓക്കെ, ദെൻ ഇനി എന്താണ്, നമുക്ക് ഏതൊക്കെയാണ് ഇനി ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ഫോഴ്സസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുക. ഏതൊക്കെയാണ്? ഷിയർ ഫോഴ്സ് ഉണ്ട്, ബെൻഡിങ് മൊമെൻ്റ് ഉണ്ട്, പിന്നെ ടോർഷണൽ മൊമെൻ്റ് ഉണ്ട്. അപ്പോൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ലോഡ് തന്നെയാണ്, ആണല്ലോ. അപ്പോൾ ഷിയർ ഫോഴ്സ് ഇവിടെ നമ്മൾ എഫ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഈക്വൽ ടു പി ആണ്. അപ്പോൾ ഇനി ബെൻഡിങ് മൊമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ഓഫ് ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ് എ, അതായത് ഈ ലോഡ് ഇൻറ്റു ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിറൈവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. മൊമെൻറ്റും അതേപോലെ ടോർഷണൽ മൊമെൻറ്റും, ബെൻഡിങ് മൊമെൻറ്റും അതേപോലെ ടോർഷണൽ മൊമെൻറ്റ്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതായത് ട്രയാങ്കിൾ ഒ ബി ഡി കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇവിടെ സൈൻ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? സൈൻ ആൽഫ എന്ന് പറയുന്നത് എ ബൈ ആർ ആണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസെൻറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എ എന്ന് പറയുന്നത് എന്താണ്? ആർ ഇൻറ്റു സൈൻ ആൽഫ ആണല്ലോ. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു എ എന്ന് പറയുന്നത് ആർ സൈൻ ആൽഫ. ഇതാണ് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് ടോർഷണൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പി ഇൻറ്റു ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബി. ഓക്കെ, അപ്പോൾ പി ഇൻറ്റു ബി. ഇവിടെ യൂഷ്വലി ടോർഷണൽ മൊമെൻറ്റ് പോസിറ്റീവ് ട്വിസ്റ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് തന്നെ എഴുതിയാൽ മതി. പി ഇൻറ്റു ബി. ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കോസ് ആൽഫ എടുക്കുകയാണെങ്കിൽ കോസ് ആൽഫ ഈക്വൽ ടു ആർ മൈനസ് ബി. അതായത് ഈ ആർ മൈനസ് ബി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡ് എന്താ വരും? ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് ആർ മൈനസ് ബി ആണ്. ഈ സൈഡ് എന്ന് പറയുന്നത് അതായത് ആർ മൈനസ് ബി. ഓക്കെ, ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബി എന്ന് പറയുന്നത് ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പി ഇൻറ്റു ആർ ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ. അപ്പോൾ നമുക്ക് ഷിയർ ഫോഴ്സും കിട്ടി, ബെൻഡിങ് മൊമെൻറ്റും കിട്ടി, ടോർഷണൽ മൊമെൻറ്റും കിട്ടി. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാമും ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമും അതേപോലെ ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാംസും വരയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരുന്നത്. അതായത് ഇതാണ് നമ്മുടെ ഒറിജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നതാണ് ലോഡ് പി എന്ന് പറയുന്ന ഒരു, ഇപ്പം ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പി ആണല്ലോ. അതാണ് ഇവിടെ വരുന്നത് പി. ഓക്കെ, അതേപോലെ തന്നെ ഈ എൻഡിലും പി ആണ് വരുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ പോസിറ്റീവ് എന്ന് കാണിക്കുക. ഇവിടെ ഈ ബീമിൽ ത്രൂ ഔട്ട് ഒരു സെയിം സെക്ഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, പി, ലോഡ് പി. ഇനി നെക്സ്റ്റ് ഇത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കാം.
ഈ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വന്നേക്കുന്ന കണ്ടോ എങ്ങനെയാണെന്നുള്ളത്? അതെങ്ങനെയാണ് വന്നത്? അതായത് ഈ പോയിന്റിൽ 0 എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് എത്ര കിട്ടിയത്? -PR സൈൻ ആൽഫ. ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഒരു പോയിന്റിലേക്കാണ് നമുക്ക് ആൽഫ കിട്ടിയത് അല്ലേ? ഇതാണ് നമ്മുടെ ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ PR സൈൻ ആൽഫ. ഓക്കെ, ഈ ആൽഫയിൽ നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരും? ഇതിപ്പം 0 to ഇതിപ്പോൾ ക്വാർട്ടർ സർക്കിളാണ് നമ്മൾ ചെയ്യുന്നതാണല്ലോ. ക്വാർട്ടർ സർക്കിൾ എന്ന് പറയുന്നത് ആംഗിൾ എന്ന് പറയുന്നത് 0 to 90 ആണല്ലോ. അത് ഓരോ 0 to π/2 ആണല്ലോ. ഇപ്പം സൈൻ ആൽഫ, ഈ ആൽഫയ്ക്ക് നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ സൈൻ 0 ഇൻറ്റു എനിത്തിങ് ഈസ് 0 ആണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. അപ്പോൾ കേർവ് ഈ ബീം എന്ന് വെച്ചാൽ ഇവിടെ 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ ആൽഫ π/2 ഇട്ടാൽ സൈൻ 90 എത്രയാണ്? സൈൻ 90 എന്ന് പറയുന്നത് 1. അപ്പോൾ 1 ഇൻറ്റു PR ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ PR. ഈ വാല്യൂ PR ആണ്. ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവാണ്, നെഗറ്റീവാണ്. ബെൻഡിങ് മൊമെൻറ്റ് നെഗറ്റീവ് ആണല്ലോ, അത് നെഗറ്റീവ് ആണെന്നുള്ളത് കാണിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ടോർഷണൽ മൊമെൻറ്റ് വരയ്ക്കാം. ഇതാണ് PR 1 മൈനസ് കോസ് ആൽഫ. ഓക്കെ, ഇതാണ് നമ്മുടെ ആൽഫ. ഇത് 6, ഇത് 6. ഇപ്പോൾ നമ്മൾ ഇവിടെ ആൽഫ 0 കൊടുക്കുകയാണെങ്കിൽ കോസ് 0 1, 1 മൈനസ് 1 ഇസ് 0, എൻറ്റയർ ടേം 0 ആവും. അങ്ങനെ ഇത് 0 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ബീം ഇങ്ങനെ വന്നത്. ഈ സൈഡ് ആകുമ്പോഴത്തേക്ക് ഇവിടെ കോസ് 90 എന്ന് പറയുന്നത് എത്ര? 0. അപ്പോൾ 1 മൈനസ് 0 1 ഇൻറ്റു PR എന്ന് പറയുന്നത് PR. അപ്പോൾ ഇതാണ് നമ്മുടെ PR. ഓക്കെ, ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എന്ന് കാണിക്കുക. ഇങ്ങനെയാണ് ടോർഷണൽ മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. നമുക്ക് സ്ട്രെയിൻ എനർജിയുടെ ഫോർമുല അറിയാം. എന്താണ് സ്ട്രെയിൻ എനർജിയുടെ എക്സ്പ്രഷൻ? U ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് m²/2EI ഇൻറ്റു DS പ്ലസ് T²/2GJ ഇൻറ്റു DS. അപ്പോൾ M നമുക്കറിയാം എന്താണ് ബെൻഡിങ് മൊമെൻറ്റ്, അതേപോലെ ടോർഷണൽ മൊമെൻറ്റ് T നമുക്കറിയാം. അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്താണ് ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ DU/dP എന്ന് പറഞ്ഞു. വിത്ത് റെസ്പെക്ട് ടു P ആണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ DU/dP ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ. നമുക്ക് എന്താണ് വേണ്ടത്? ഡിഫ്ലക്ഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് DU/dP ആണ്. അപ്പോൾ ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു DP വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രേഷൻ ഓഫ് P വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഫസ്റ്റ് ഈ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യാം. 2m. ഓക്കെ, 2m ഡിവൈഡഡ് ബൈ 2EI ഇൻറ്റു ഈ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു P dm/dP. ഓക്കെ, ഇൻറ്റു DS പ്ലസ് അതേപോലെ ഇവിടെയും വരും 2T ഡിവൈഡഡ് ബൈ 2GJ. ഇത് സ്പ്ലിറ്റാക്കി എഴുതാം. ഓക്കെ, 2GJ ഇൻറ്റു DT/dP ഇൻറ്റു DS. ഓക്കെ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ഇത് ക്യാൻസലായിപ്പോവും, ഈ 2s എല്ലാം ക്യാൻസലായിപ്പോവും. ഇനി നെക്സ്റ്റ് എന്താണ്? നമ്മൾ ലിമിറ്റ്സ് പ്രൊവൈഡ് ആക്കുക. എന്തൊക്കെയാണ് ലിമിറ്റ്സ്? 0 to 90 ആണല്ലോ, 0 to 90. അപ്പോൾ 0 to π/2 ഇൻറ്റു ഈ 1/EI നമുക്ക് പുറത്തെടുക്കാം, 1/EI. ഓക്കെ, പിന്നെ M എന്ന് പറയുന്നത് എന്താണ്? മൈനസ് PR ഇൻറ്റു സൈൻ ആൽഫ. ഓക്കെ, നെക്സ്റ്റ് dm/dP. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വിത്ത് റെസ്പെക്ട് ടു P ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടും? -R സൈൻ ആൽഫ. ഓക്കെ, പിന്നെ DS എന്ന് പറയുന്നതാണ് R ഇൻറ്റു D ആൽഫ. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ നെക്സ്റ്റ് ടേം എഴുതുക. 0 to π/2 1/GJ ഇൻറ്റു T എന്ന് പറയുന്നത്
PR into 1 minus cos alpha into R cos alpha, into R 1 minus cos alpha into R into d alpha. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈയിങ് ത്രൂ ഔട്ട് ബൈ EI. ഓക്കെ, ഈ ഫുൾ എക്സ്പ്രഷൻ നമ്മൾ EI കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓൾസോ ഡിനോട്ടിങ് EI by GJ by ഗാമ. EI by GJ വരുന്ന ടേം നമ്മൾ ഗാമ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇതെന്ന് പറയുന്നത് ഡെൽറ്റ ആണല്ലോ. അപ്പോൾ ഡെൽറ്റ EI ഇൻറ്റു ഡെൽറ്റ ഈക്വൽ ടു 0 to π/2. ഇവിടെ EI മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് EI ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ ബാക്കി വരുന്ന ടേംസ് എന്താണ്? ഇത് പോസിറ്റീവ് ആവും. നെക്സ്റ്റ് P ഇൻറ്റു R 3 എണ്ണം ഉണ്ട്. അപ്പോൾ PR ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് ഇൻറ്റു ഡി ആൽഫ. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഇവിടെ EI മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ EI ബൈ GJ ആണ് നമുക്ക് കിട്ടുന്നത്. EI ബൈ GJ നമ്മൾ എന്തായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഗാമ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഗാമ പുറത്തെടുക്കുക ഇൻറ്റു 0 by π/2 ഇൻറ്റു PR ക്യൂബ് ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് ഇത് തന്നെ മോഡിഫൈ ചെയ്ത് എഴുതുക. PR ക്യൂബ് പുറത്തെടുക്കുക. PR ക്യൂബ് ഇൻറ്റു 0 to π/2 പിന്നെ സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോർമുല എന്താണ്? ഇവിടെ ഇപ്പോൾ സൈൻ സ്ക്വയർ ആൽഫ ആണുള്ളത്. അപ്പോൾ സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുലാസൊക്കെ അറിയാമല്ലോ. ഈ ഫോർമുല നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സൈൻ സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇൻറ്റു ഡി ആൽഫ പ്ലസ് ഗാമ ഇൻറ്റു PR ക്യൂബ് പുറത്തെടുക്കുക 0 to π/2 ഇൻറ്റു 1 മൈനസ് കോസ് ആൽഫ ഹോൾ സ്ക്വയർ. അതായത് A മൈനസ് B ഹോൾ സ്ക്വയറിൻ്റെ ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ അതിൻ്റെ ഫോമുല വെച്ചിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന 1 മൈനസ് 2 കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. ഓക്കെ, ഇൻറ്റു ഡി ആൽഫ. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് P ഇൻറ്റു R ക്യൂബ് ഇൻറ്റു ഇനി ഈ ടേം നമ്മൾ ഇൻറ്റിഗ്രേഷൻ ചെയ്യുക. ഇൻറ്റിഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താ വരും? 1 എന്താവും? ഇത് റെസ്പെക്ട് ടു ആൽഫ ആയതുകൊണ്ട് ഇത് ആൽഫ ആവും ആണല്ലോ. അപ്പോൾ ആൽഫ മൈനസ് സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാം 0 to π/2. ഓക്കെ ആണോ? നെക്സ്റ്റ് പ്ലസ് ഗാമ ഇൻറ്റു PR ക്യൂബ് ഇൻറ്റു 0 to π/2 ഇൻറ്റു 1 മൈനസ് 2 കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ. നമുക്ക് എങ്ങനെയാണ് ഫോമുല എഴുതുന്നത്? 1 പ്ലസ് കോസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഫോമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 1 പ്ലസ് കോസ് 2 ആൽഫ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇൻറ്റു ഡി ആൽഫ. ഓക്കെ ആണല്ലോ? വിച്ച് ഇസ് ഈക്വൽ ടു PR ക്യൂബ്. എന്നിട്ട് ഇത് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ഇത് ഇവിടെ ഈ 2 ഉണ്ട് കേട്ടോ. ഈ ഡിവൈഡ് ബൈ 2 നമ്മളിവിടെ പുറത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ PR ക്യൂബ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ആൽഫ മൈനസ് സൈൻ 2 ആൽഫ ഡിവൈഡ് ബൈ 2. ഇതാണ് നമ്മൾ ഈ ടേം ഇൻറ്റിഗ്രേറ്റ് ചെയ്തത്. പിന്നെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ ലിമിറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ആദ്യം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇവിടെ 0 ഇടുമ്പോൾ ഇത് 0 ആവും. മൈനസ് സൈൻ 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് ഫുൾ ടേം 0 ആവും. ഇനി നെക്സ്റ്റ് π/2 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ π/2 കിട്ടും. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് സൈൻ π/2 എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 2 ക്യാൻസൽ ആയി പോവും. പിന്നെ സൈൻ പൈ ആണ്. സൈൻ 180 എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ടേമും 0 ആയി പോകും. അപ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ഇവിടെ
പൈ ബൈ 2 ആണ്. ഓക്കെ, പൈ ബൈ 2 ഇവിടെ ഡിവൈഡ് ബൈ 2 ഉണ്ട്. പ്ലസ് ഗാമ ഇൻറ്റു പി ആർ ക്യൂബ് ഇൻറ്റു, ഇനി ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് 1 എന്ന് പറയുന്നത് ആൽഫ ആവും. ആൽഫ മൈനസ് 2 സൈൻ ആൽഫ പ്ലസ് ഇപ്പറേ ടേംസ് ആക്കിയാൽ 1/2 പ്ലസ് കോസ് 2 ആൽഫ ബൈ 2 ആണല്ലോ. അപ്പോൾ 1/2 വരുമ്പോൾ ഇവിടെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആൽഫ ബൈ 2 ആവും. ആൽഫ ബൈ 2 പ്ലസ് ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും സൈൻ 2 ആൽഫ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 4 ആവും. ഓക്കെ, എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. 0 to പൈ ബൈ 4, സോറി പൈ ബൈ 2. ഓക്കെ, ഇൻ നെക്സ്റ്റ് പി ആർ ക്യൂബ് ഇൻറ്റു പൈ ബൈ 4 പ്ലസ് പി ആർ ക്യൂബ് ഇൻറ്റു ഗാമ ഇൻറ്റു, ഇനി ലിമിറ്റ്സ് എല്ലാം അപ്ലൈ ചെയ്യും. ഇവിടെ 0 ആവും, ഇവിടെയും 0 ആവും, പിന്നെ ഇവിടെയും 0 ആവും. 0 അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെയും 0 ആവും. അപ്പോൾ 0 ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം 0 ആവും. അതേപോലെ ഇനി പൈ ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു പൈ ബൈ 2 കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെ പൈ ബൈ 2 ആക്കുമ്പോഴത്തേക്ക് എന്താ കിട്ടും? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു 2 എന്ന് പറയുന്നത് 2, അപ്പോൾ -2. ഓക്കെ, പ്ലസ് ഇവിടെ പൈ ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് പൈ ബൈ 4. ഓക്കെ, പ്ലസ് ഇവിടെ പൈ ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് 0 ആവും കേട്ടോ. അങ്ങനെ 0. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വിച്ച് ഇസ് ഈക്വൽ ടു പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു, ഇവിടെ ഈ 4ഉം അതായത് ഇവിടെ LCM എടുത്തിട്ട് 4 എന്ന് പറയുന്നത് കോമൺ എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, പി ആർ ക്യൂബ് ഡിവൈഡ് ബൈ 4 പുറത്തെടുത്തിട്ട് ബാക്കി വരുന്ന ടേംസാണ് എഴുതിയിരിക്കുന്നത്. പൈ പ്ലസ് ഗാമ ഇൻറ്റു 2π മൈനസ് 8 പ്ലസ് പൈ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് EI ഡെൽറ്റ. EI ഡെൽറ്റ ആണല്ലോ. അപ്പോൾ EI ഡെൽറ്റ ഈക്വൽ ടു എന്ന് പറയുന്നത് പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു, ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? 3π മൈനസ് 8 കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേമിൽ ഈ EI ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 EI ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു 3π മൈനസ് 8. ഓക്കെ, അതായത് ഡെൽറ്റ ഈക്വൽ ടു പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 EI ഇൻറ്റു പൈ പ്ലസ് ഗാമ ഇൻറ്റു 3π മൈനസ് 8. അവർ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് എന്താണ്? അസ്യൂം ഫ്ലെക്സുറൽ റിജിഡിറ്റി EI ആൻഡ് ടോർഷണൽ റിജിഡിറ്റി GJ ഈക്വൽ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് 2 വാല്യൂസും സെയിം എന്നാണ് അർത്ഥം. അതായത് ഗാമ എന്ന് പറയുന്നതാണ് ഈ EI ബൈ GJ എന്ന് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇവിടെ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ 4 EI ഇൻറ്റു പൈ പ്ലസ് 3π മൈനസ് 8. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു പി ആർ ക്യൂബ് ഇൻറ്റു ഈ 4 ഇതിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് പി ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ EI ഇൻറ്റു പൈ മൈനസ് 2 ആണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്.